ഹലോ, ഇന്ന് അത്താഴത്തിന് ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ചെന്നെത്തിയത് പൂരിയിലേക്കായിരുന്നു കേട്ടോ. സാധാരണയായിട്ട് ഇവിടെ എന്നും എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ, കാപ്പിക്ക്. ചോറ് ആരും കഴിക്കാറില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കാനോ കുഴയ്ക്കുന്ന സമയത്ത് മോൻ വന്ന് നിന്നിട്ട് അവന് കയ്യിൽ കുറച്ച് നമ്മൾ കുഴക്കണതിൻ്റെ മിച്ചം കൊടുക്കണം, അവന് എന്തെങ്കിലുമൊക്കെ ക്ലേ പോലെ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ട് വന്നിന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് വളരെ ഈസിയാണ് കേട്ടോ. ഞാൻ എളുപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് ചപ്പാത്തിയും പൂരിയും ഒക്കെ. വീട്ടിലെല്ലാവരും പറയും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കാൻ. പക്ഷെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി. ഓരോരുത്തർക്കും ഓരോ പാചക രീതിയാണല്ലോ. പൂരിക്ക് ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കടുവറുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ബാക്കി പൊടികളെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് താളിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. പൂരി ഉണ്ടാക്കൊണ്ട് നേരത്താണ് ഏട്ടൻ വന്ന് പറയണത് പെങ്ങളുടെ വീട്ടിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി. ഇത്രയും സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ആരുമില്ല കഴിക്കാൻ, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരി. എത്ര കൊടുത്താലും അവൻ കഴിച്ചോളും. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കൂടി അത്താഴം കഴിച്ചു. ഇനിയാണ് ബാക്കി പരിപാടി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഒരു കാര്യം ചെയ്യാനാണ് കേട്ടോ, പാത്രം കഴുകല്. ഞാൻ തലേ ദിവസം തന്നെ അടുക്കളയെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ട് കിടക്കുള്ളൂ കേട്ടോ. എന്നാലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അതാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.